Hi dears and welcome to a new video. Calicut യൂണിവേഴ്സിറ്റിയുടെ 2022-23 PG അപ്ലിക്കേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ഹാവ് അപ്ലൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PG ഓരോ കോഴ്സസിൻ്റെയും ഫീസ് സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ ഫീസ് സ്ട്രക്ചർ വരുന്നത്, അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഫീസിൻ്റെ ഡിഫറൻസ്, പിന്നെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ MSc ആണെങ്കിൽ MA ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് എന്നുള്ളതൊക്കെ കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ PG 2022 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന PG കോഴ്സസിൻ്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ആൻഡ് ഓൾസോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ദീസ് വീഡിയോസ്. ഓക്കെ, സോ ഇത് നമ്മുടെ അഡ്മിഷൻ്റെ സൈറ്റാണ്, admission.uoc.ac.in. ഈ വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. PGCAP 2022 അപ്ലൈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PGയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേജിലേക്ക് പോകും. ഇവിടെ നമ്മൾ പല ഓപ്ഷൻസും പരിചയപ്പെട്ടു അല്ലേ, ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്യേണ്ടത്, മീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുണ്ടായി. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പോൾ ആ വീഡിയോ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. മീൻസ് ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ കോളേജസ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഫീസ് സ്ട്രക്ചർ ആണ് കാണാൻ പോകുന്നത്. ഇവിടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, പലരും അത് ശ്രദ്ധിക്കാനിട്ടാണ് ഈ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഫീസ് സ്ട്രക്ചർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ഓൺ ടു ദാറ്റ്. അപ്പോൾ നമ്മുടെ ഫീസ് സ്ട്രക്ചർ ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഫീ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിലേക്കാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന കോമൺ ഫീ ആയിട്ട് വരുന്നത് അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ, കോഷൻ മണി, കോഷൻ ഡെപ്പോസിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അഡ്മിഷൻ ഫീ വരുന്നത് 160 rupees ആണ്. പിന്നെ ട്യൂഷൻ ഫീ 1890 പെർ ഇയർ ആണ്. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് 600 rupees ആണ്. കോഷൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി സ്പെഷ്യൽ ഫീസ് ആയിട്ട് വരുന്നത് ലൈബ്രറി ഫീ 105, സ്റ്റേഷനറി ഫീ 55, മാഗസിൻ 55, അസോസിയേഷൻ 55, അത്ലറ്റിക് 105, കലണ്ടർ 35, യൂണിയൻ ഫീ 85, സ്പോർട്സ് അഫിലിയേഷൻ 280, മെട്രിക്കുലേഷൻ ഫീ 115. മെട്രിക്കുലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെഡിക്കൽ ഇൻസ്പെക്ഷൻ 10 rupees, വിമൻ സ്റ്റഡി 10 rupees, സ്റ്റുഡൻറ് എയ്ഡ് ഫണ്ട് 10, ഓഡിയോ വിഷ്വൽ 30, കോളേജ് യൂണിയൻ 115, ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം 5, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 10, വിമൻ സെൽ ഫീ 60. ഇനി മെട്രിക്കുലേഷൻ ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല ചെയ്തതെങ്കിൽ, PG കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ഡിഗ്രി പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തതെങ്കിൽ ഈ മെട്രിക്കുലേഷൻ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഒരു മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് PG സർട്ടിഫിക്കറ്റ് പിന്നീട് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് മെട്രിക്കുലേഷൻ ഫീ വരുന്നത്. ഓക്കെ, ഇനി സയൻസ് സബ്ജക്ട്സ് ആണെങ്കിൽ ലാബ് ഫീ വരുന്നുണ്ട്. MSc സബ്ജക്ട്സിന് പെർ ഇയർ യു ഹാവ് ടു പേ ലാബ് ഫീസ് ഓഫ് 1260 rupees. അതേപോലെ MSc കെമിസ്ട്രി സെക്കൻഡ് ഇയേഴ്സിന് 945 rupees എക്സ്ട്രാ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി സെൽഫ് ഫിനാൻസിങ് PG കോഴ്സസ്, എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ സെൽഫ് ഫിനാൻസിങ് PG കോഴ്സസിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ കോളേജ് എയ്ഡഡ് ആണെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ കോഴ്സ് എയ്ഡഡ് ആവണമെന്നില്ല, കോഴ്സ് സെൽഫ് ഫിനാൻസിങ് ആവാം. അപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് PG കോഴ്സസിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. അപ്പോൾ അതിൽ MA, MCOM, MSW, MTA, MCA, MSc മാത്തമാറ്റിക്സ് ഇത്രയും സബ്ജക്ട്സിന് പെർ സെമസ്റ്റർ യു ഹാവ് ടു പേ 18,750 rupees. ഓക്കെ, ഇനി MSc സബ്ജക്ട്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, IT, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ബോട്ടണി, സൈക്കോളജി, ഹോം സയൻസ്, ജിയോഗ്രഫി, ജിയോളജി, ആക്ച്വറിയൽ സയൻസ്, ലൈബ്രറി സയൻസ് ഇത്രയും സബ്ജക്ട്സിന് 22,500 rupees ആണ് സെമസ്റ്റർ ഫീ. മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സിന് 42,000 ആണ് സെമസ്റ്റർ ഫീ. മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, പ്രിന്റ്, ഇലക്ട്രോണിക് ജേർണലിസം 36,000 ആണ്. MSc പ്ലാൻ ബയോടെക്നോളജി
MSc Food Science and Technology, Food Science and Quality Control, Food Science and Quality Assurance, Biochemistry. ഇത്രയും സബ്ജക്ട്സിന് 37,500 rupees സെമസ്റ്റർ ഫീ. MA Cinema and Television 30,000. MSc Computer Engineering and Network Technology 45,000. MHRM MCJ 15,000. അപ്പോൾ ഇത്രയാണ് വരുന്ന ഫീ, കോമൺ ഫീ വരുന്നത്. ഇനി സ്പെഷ്യൽ ഫീസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ അതേ എമൗണ്ടുകൾ ഇവിടെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ 85, സ്പോർട്സ് അഫിലിയേഷൻ 280, മെട്രിക്കുലേഷൻ 115, കോളേജ് യൂണിയൻ 115, വിമൻ സെൽ 60. അപ്പോൾ മെട്രിക്കുലേഷൻ വീണ്ടും ഡിഗ്രി നിങ്ങൾ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ PGക്ക് വരുന്ന ഫീ ആണ് ഇത് വരുന്നത്, ഈ ഒരു ഫീ മെട്രിക്കുലേഷൻ ഫീ. ഫീ സ്ട്രക്ചർ ഫോർ സെൽഫ് ഫിനാൻസിങ് സെന്റേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് സെന്റേഴ്സിലുള്ള കോഴ്സസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ MCA അഡ്മിഷൻ ഫീ 11,000 വരുന്നുണ്ട്. ട്യൂഷൻ ഫീ 22,000 പെർ സെമസ്റ്റർ. MSc കമ്പ്യൂട്ടർ സയൻസ് 11,000 അഡ്മിഷൻ ഫീ, ട്യൂഷൻ ഫീ 19,800. MVOC 11,000 admission fee, 19,800 per semester tuition fee. Costume and fashion designing 11,000 admission fee, 27,500 semester fee. പിന്നെ NRI ഫീയും കൊടുത്തിട്ടുണ്ട്. ഇനി ഹെൽത്ത് സയൻസസ് 11,000 is the common fee for admission. Then 28,050 rupees per semester for MB and BC. Fashion technology 95,150 rupees per semester. Sorry, 29,150 rupees per semester. Social work MSW ന് 5,500 admission fee, 13,200 semester fee. MSc radiation physics 5,500 admission fee, 55,000 semester fee. Management studies 11,000 admission fee, 24,750 semester fee. MEd 3,300 admission fee, 46,200 per year. Geology 11,000 admission fee, 24,750 semester fee. Environmental science 11,000 admission fee, 22,000 semester fee. Sociology 2,200 admission fee, 20,625 semester fee. LLM 11,000 admission fee and 33,000 semester fee. Then MSc Forensic Science വരുന്നുണ്ട് 30,000 semester fee. ഇനി അതിൻ്റെ അതർ ഫീസ് വരുന്നത് ഹെൽത്ത് സയൻസസിന് ലൈബ്രറി ഫീ വരുന്നുണ്ട്, ലാബ് ഫീ വരുന്നുണ്ട്. ആൻഡ് റേഡിയേഷൻ ഫിസിക്സ് ഓൾസോ ലാബ് ഫീ 5,500 വരുന്നുണ്ട്. ഇനി കോഷൻ ഡെപ്പോസിറ്റ് ഫോർ ഈച്ച് ഓഫ് ദീസ് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സിന് 1,000 rupees വരുന്നുണ്ട്. ദെൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിന് 4,000 വരുന്നുണ്ട്. ഹെൽത്ത് സയൻസസിന് 10,000 rupees വരുന്നുണ്ട്. ദെൻ സോഷ്യൽ വർക്ക് 1,000, റേഡിയേഷൻ ഫിസിക്സ് 15,000, അപ്ലൈഡ് ജിയോളജി 2,000, ദെൻ എൻവയൺമെൻറ്റൽ സയൻസ് 2,000, MA സോഷ്യോളജി 1,000, LLM 500. അപ്പോൾ ഇത് കോഷൻ ഡെപ്പോസിറ്റ് ആണ്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ്. സ്പെഷ്യൽ ഫീ ഇതൊക്കെ നേരത്തെ പറഞ്ഞ സെയിം ആണ്. ലൈബ്രറി ഫീ, സ്റ്റേഷനറി ഫീ, എക്സെട്ര, മാഗസിൻ ഫീ 115, അസോസിയേഷൻ ഫീ 60, athletic 115, calendar fee 40, audio visual fee 35, medical inspection 20, student aid 15, women's cell 60, university union fee 85, sports affiliation 280, quasi university fee 25, student welfare 225, college union 115, matriculation 115. IHRD കോഴ്സസിന് വരുന്ന ഫീ സ്ട്രക്ചർ ആണ്. MSc കോഴ്സസിന് ട്യൂഷൻ ഫീ 19,000, MCOMന് 16,000, MA ഇംഗ്ലീഷ് 16,000. ദെൻ അതർ ഫീസ്, ലൈബ്രറി ഫീസ്, ഇന്റർനെറ്റ് ലാബ് ഫീ ഒക്കെ വരുന്നത് MSc 1,500, MCOM 750, MA ഇംഗ്ലീഷ് 750. സെമസ്റ്റർ ഫീ 20,500 MSc, MCOM 16,750 ആൻഡ് MA ഇംഗ്ലീഷ് 16,750. മീൻസ് അത് ടോട്ടൽ ഇതാണ്. Then you have admission fee and caution deposit. Caution deposit 1,000 each, admission fee 1,000 each. അപ്പോൾ ടോട്ടൽ ഫീസ് MSc കോഴ്സസിന് IHRDയിൽ വരികയാണെങ്കിൽ 22,500,
MCOMന് 18,750. MA English it is again 18,750. Again you have the special fee. നേരത്തെ പറഞ്ഞ അതേ ഫീ സ്ട്രക്ചർ ആണ് സ്പെഷ്യൽ ഫീ വരുന്നത്. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഓരോ കോളേജിൻ്റെയും ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ എങ്ങനെയാണ്, സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ എങ്ങനെയാണ്, സെൽഫ് ഫിനാൻസിങ് കോഴ്സസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിലും പിന്നെ IHRDയിലും. അപ്പോൾ ഈ സെക്ഷൻ ഓഫ് എല്ലാ PG കോഴ്സസിൻ്റെയും ഫീ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഇത്ര ഫീ മാത്രമേ ഒരു കോളേജ് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുള്ളൂ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചോദിക്കുകയാണെങ്കിലും യു ക്യാൻ ഓൾവേസ് ഷോ ദിസ് PDF. അതായത് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക PDF ആണ്, നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനേക്കാളും അധികം ഫീ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാൻ ആർക്കും ഒരു അവകാശവുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫീ സ്ട്രക്ചർ ഫോർ ഓൾ ദ PG കോഴ്സസ് അണ്ടർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്തും കൊടുക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് വാച്ചിങ്, താങ്ക് യു.